ഹലോ ഫ്രണ്ട്സ്, ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID നേരത്തെ അപ്ലൈ ചെയ്യാത്തവർക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാനും അതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആദ്യ റാങ്ക് നേടാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ നമുക്കറിയാം, ആക്ച്വലി ഇതിന്റെ ആപ്ലിക്കേഷൻ ഓവർ ആയതാണ് അല്ലെ. കാറ്റഗറി നമ്പർ എന്തായിരുന്നു? 17/2025 ആയിരുന്നു അല്ലെ. നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് നിയമനം. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാന തീയതി എന്നായിരുന്നു? 4/6/2025 ആയിരുന്നു. ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പ്രൊഫൈലില പിന്നെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വന്നു. അത് പലരും അറിഞ്ഞില്ല. അപ്പൊ അത് അറിയിക്കാനും അതിന്റെ അവസാന തീയതി എന്നാണെന്ന് ഇൻഫോം ചെയ്യാനുമാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അവസാന തീയതി ശ്രദ്ധിക്കുക, 24/7/2025 ആണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23-ാം തീയതിയാണ്. അപ്പൊ നാളെയാണ് ഇതിന്റെ അവസാന തീയതി. അത് നിങ്ങളെ ഇൻഫോം ചെയ്യിക്കാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? എനി ഡിഗ്രി ആണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്നാണ് പോസ്റ്റിന്റെ പേര്. നമുക്കറിയാം ഇത് പോലീസിലേക്കാണ് എങ്കിലും നമുക്കിതിന് ഒരു ഫിസിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ പോലീസിന് വേണ്ട സ്ട്രിംജന്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സോ ഒന്നും ആവശ്യമില്ല. ഏജ് ലിമിറ്റും പോലീസിനെ പോലെ അല്ല. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പൊ 18 തൊട്ട് 36 വയസ്സുള്ള എനി ഡിഗ്രി ഉള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാം. വേറെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും വേണ്ട, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള എല്ലാവർക്കും 18 തൊട്ട് 36 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, അതുവരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഇതിന്റെ സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റേജ് നമ്മൾ കടന്നു പോയാൽ നമുക്ക് ജോലി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും, പിന്നെ ഒരു മെയിൻ എക്സാം ഉണ്ടാകും. ഇനി ഒരു എക്സാം ആണോ നടക്കുന്നതെന്നുള്ളത് നമുക്കിനി എക്സാം ടൈം ടേബിൾ വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും ഒരു പ്രിലിംസ് മെയിൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയി. ഇതിന് ഇന്റർവ്യൂ ഇല്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിന് ഇന്റർവ്യൂ ഉണ്ടോ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ? അതൊന്നും ഇല്ല. ഇതിന് പ്രിലിമിനറി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു മെയിൻ എക്സാം പ്രതീക്ഷിക്കാം, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിമിനറി അതിന്റെ മെയിൻസ് അത് നോക്കുക. ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ OMR എക്സാമിനുള്ള മാർക്കിന്റെ ബേസിലാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോഴാ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഡേറ്റ് എന്തായിരുന്നു? നേരത്തെ 4/6 അന്ന് അപ്ലൈ ചെയ്യാത്തവർക്ക് ഇപ്പോഴും പ്രൊഫൈലിൽ അപേക്ഷിക്കാനായിട്ടുള്ള അവസരമുണ്ട്. 24/7/2025. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇത് നമ്മൾ ഏതൊരു പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കാൻ, ഇനി എത്ര പോസ്റ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രീവിയസ് അഡ്വൈസിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പ്രീവിയസ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റില് കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാറ്റഗറി നമ്പർ 315/2019 ആയിരുന്നു. അന്ന് 2 ഘട്ടമായിട്ടാണ് പ്രിലിമിനറി എക്സാം നടന്നത്. എന്നൊക്കെയാണ് 30/10/2021 13/11/2021 2 ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നത്. ഓക്കെ, ഇനി അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 54.33 ആയിരുന്നു. അന്ന് മെയിൻ എക്സാം നടന്ന ഡേറ്റ് 21/12/2022 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1054 ആയിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 239 ആയിരുന്നു. അന്നത്തെ മെയിൻ എക്സാമിന്റെ കട്ട് ഓഫ് 33 ആയിരുന്നു. 33. ഇനി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതോ 3/6/2023 3/6/2023 ഇതുവരെ 194 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. 194 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 1/7/2025 ഈ മാസം 1-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നിരിക്കുന്നത്. നമുക്കിപ്പോഴും റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആണ്. റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആകുന്നത്? 2/6/2026. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.
അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര്, ഇനി ഡിഗ്രി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രൊഫൈലിൽ ഇത് ഓപ്പൺ ആണ്, നാളെ വരെ ഓപ്പൺ ആണ്. 24/7/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നാളെ വരെ നോക്കിയിരിക്കരുത്. കാര്യം എന്തായാലും സൈറ്റ് ഒക്കെ ചിലപ്പോൾ ബിസി ആവും, ചിലപ്പോൾ സൈറ്റ് ഹാങ് ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഇതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു പരീക്ഷ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് തയ്യാറെടുക്കാം. ചിലപ്പം 2 ഘട്ടമായിട്ട് നടക്കും, പ്രിലിമിനറിയും മെയിൻസും ആയിട്ട് നടക്കും. ഇപ്പൊ നമ്മൾ ആദ്യമേ നമുക്ക് എന്തായാലും പ്രിലിംസിന്റെ സിലബസ് നോക്കാം. മെയിൻസിന്റെ സിലബസ് പിന്നീട്, മെയിൻസ് ഉണ്ട് എങ്കിൽ മെയിൻസിന്റെ സിലബസ് എന്തായാലും നമ്മുടെ PSCയുടെ സൈറ്റിൽ വരും. അപ്പൊ നമുക്ക് അത് നോക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ആദ്യത്തെ ഘട്ടത്തിലുള്ള കാര്യം നോക്കാം, അതായത് പ്രിലിംസിന്റെ കാര്യം നോക്കാം. അപ്പൊ പ്രിലിംസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ്. അതിൽ 50 മാർക്ക് ജനറൽ നോളജിനും ബാക്കി 20 മാർക്ക് അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതായത് സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 20 മാർക്ക്, അതേപോലെ തന്നെ 20 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്ക് റീജിയണൽ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, 50 മാർക്ക് ജനറൽ നോളജിന്, 20 മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, 20 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്ക് റീജിയണൽ ലാംഗ്വേജ്. ഇനി ജനറൽ നോളജിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. 10 മാർക്കിനാണ് ഹിസ്റ്ററി ഉള്ളത്. ജോഗ്രഫി 5 മാർക്കിന്, എക്കണോമിക്സ് 5 മാർക്കിന്, സിവിക്സ് 5 മാർക്കിന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കിന്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കിന്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിന്. ഓരോന്നിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോഴാ ജനറൽ നോളജിന് 50 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിന് 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം എങ്ങനെ തയ്യാറെടുക്കാം. നമുക്കറിയാം ഇപ്പോഴത്തെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നടക്കുന്നത് അല്ലെ? റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആദ്യ റാങ്ക് നേടാനായിട്ട് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആവറേജ് കാൻഡിഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. വളരെ ബേസ് ലെവലിൽ നിന്ന് തയ്യാറെടുക്കുന്ന സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആവറേജ് കാൻഡിഡേറ്റ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴിവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ പരീക്ഷ ഇത്തിരി കഠിനമാണ് അല്ലെ? അപ്പൊ അതിന് ആദ്യ റാങ്ക് കിട്ടാനായിട്ട് തയ്യാറെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം ചെയ്യാവുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക. പേടിച്ചിരിക്കാതെ പരീക്ഷയ്ക്ക് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ഏർലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിലബസ് നോക്കണം. ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് നടന്നിട്ടുള്ള പരീക്ഷകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ സിലബസ്, അതായത് ഏറ്റവും പുതിയതായിട്ടുള്ള ഡിഗ്രി നിലവാരത്തിലുള്ള പ്രിലിംസിന്റെ പുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ എടുത്ത് നോക്കണം. അതിന്റെ സിലബസ് നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം, എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറിയുന്ന കാര്യം കാണത്തില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് നോക്കണം. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഓടിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ചിലപ്പോൾ പഠിച്ചു കാണത്തില്ല, ഇതുവരെ പഠിച്ചു തുടങ്ങി കാണത്തില്ല. അയാൾക്ക് ചിലപ്പോ ഇയർ ഗ്യാപ്പ് കാണും അല്ലെ? ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് ഇയർ ഗ്യാപ്പ് കാണും. അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള ഒരു ശീലം ആദ്യം ഉണ്ടാക്കിയെടുക്കണം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബേബി സ്റ്റെപ്പ് നമ്മൾ എടുക്കണം അല്ലെ? ബേബി സ്റ്റെപ്പ് എടുക്കുക. അപ്പൊ അതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങണം അങ്ങനെ നമുക്കറിയണം അല്ലെ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൈമറി സോഴ്സിന്റെ, അതായത് ഈ പ്രിപ്പയർ ചെയ്യേണ്ട പ്രൈമറി സോഴ്സ് നമ്മൾ കളക്ട് ചെയ്യണം.
അല്ലെ? എന്തൊക്കെയായിരിക്കും പ്രൈമറി സോഴ്സ്? നമുക്കറിയാം. ഇതിന്റെയൊക്കെ ബേസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? SCERT NCERTയും ബുക്സുകൾ നമ്മൾ വായിക്കണം, അല്ലെ? അപ്പൊ കൂടുതലും ജനറൽ നോളജ് കൂടുതലും ഹ്യൂമാനിറ്റീസ് ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ടോപ്പിക്കുകൾ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യണം? നമ്മളൊരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള NCERT SCERTയും ബുക്സുകൾ വായിക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം പൊളിറ്റി, എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ട്, ഹിസ്റ്ററി ഒക്കെ നോക്കാനായിട്ട് നമുക്ക് ചിലപ്പം +1 +2ന്റെയും കൂടി നോക്കേണ്ടി വരും. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറയുന്ന പ്രൈമറി സോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രൈമറി സോഴ്സ് വെച്ച് നമ്മൾ തയ്യാറെടുക്കണം. അപ്പൊ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇയർ ഗ്യാപ്പ് ഉള്ളവര്, ഇതുവരെ പഠിക്കാത്തവര്, അവർക്കെല്ലാം ആദ്യം തന്നെ 4-5 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 മണിക്കൂർ പഠിക്കാനായിട്ടുള്ള പരിശീലനം. ആദ്യം 1 മണിക്കൂർ കുറച്ചായിട്ട് ഇതെടുത്ത് വായിക്കുക. പിന്നെ അതിന്റെ നമ്മുടെ പ്രിപ്പറേഷൻ ടൈം കൂട്ടി ഒരു 4 മണിക്കൂർ വരെ ആക്കുക. 4 കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാം. എന്നാലും 1 മണിക്കൂർ, ആദ്യത്തെ ഒരു 10 ദിവസം 1 മണിക്കൂർ വീതം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. എന്നാലും നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് 1 മണിക്കൂർ പഠിച്ച് നാളെ 2-3 മണിക്കൂർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠനം മടുക്കും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? ഈ 1 മണിക്കൂർ പഠിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 10 ദിവസം കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് പഠിത്തം പതിയെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പഠിത്തത്തിന്റെ ടൈം കൂട്ടുക. ഓക്കെ, അപ്പൊ അത് ചെയ്യുക. അത് പതിയെ നമ്മൾ 4 മണിക്കൂർ വരെ ആക്കി വരിക, അല്ലെ? ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഈ പ്രൈമറി സോഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇപ്പോഴത്തെ PSC UPSC നിലവാരത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ PSC അതർ സ്റ്റേറ്റ് PSCന്നും RRBന്നും SSCന്നും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പുതിയ പരീക്ഷകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് SSC RRB UPSCയുടെ ഒക്കെ ഈ സിലബസുമായിട്ട് മാച്ച് ആകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണണമെന്നില്ല. അപ്പൊ നമ്മുടെ ഈ സിലബസുമായിട്ട് മാച്ച് ആകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്തു നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. ഒരു ഫുൾ ക്വസ്റ്റ്യൻ എടുക്കുക, അതിനകത്തു നിന്ന് ഈ സിലബസുമായിട്ട് മാച്ച് ആകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇപ്പൊ നടന്ന PSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈമറി സോഴ്സ് ഒന്നും മതിയാവത്തില്ല. അത് കൂടാതെ നമുക്ക് അഡ്വാൻസ്ഡ് ബുക്സും കൂടെ വേണ്ടി വരും. അപ്പൊ ആ അഡ്വാൻസ്ഡ് ബുക്സും കൂടെ നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ പുതിയ ഈ ക്വസ്റ്റ്യൻസും PSCയുടെ ക്വസ്റ്റ്യൻസും SSCയുടെ UPSCയുടെ RRBയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ നമുക്ക് വേണം, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സുകൾ നമ്മൾ പഠിക്കുക. അപ്പൊ ഏതൊക്കെ അഡ്വാൻസ്ഡ് ബുക്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വേണ്ട എല്ലാ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞു, നമ്മൾ അഡ്വാൻസ്ഡ് ബുക്സുകൾ പഠിച്ചു തുടങ്ങി, അല്ലെ? ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഈ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്മാർട്ട് നോട്ട് ഉണ്ടാക്കണം. എന്തിനാണ് സ്മാർട്ട് നോട്ട്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പരീക്ഷ എടുക്കാറാകുമ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ ഈ പറയുന്ന സോഴ്സ് എല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് കവർ ചെയ്ത് തീരത്തില്ല, അല്ലെ? പിന്നെ നമുക്ക് പഠിക്കാനുള്ള താല്പര്യവും വരത്തില്ല. കാര്യം ഇത്രയും ഇനിയും പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും, നമ്മൾ പഠിക്കത്തില്ല. അതാണ് നമ്മൾ നോർമലി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പൊ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക വളരെ ചെറിയ രീതിയിലാണ്. അതായത് സ്മാർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു എലാബറേറ്റ് ആയിട്ടുള്ള നോട്ടല്ല. നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, വളരെ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്തെടുക്കുക. അതാണ് സ്മാർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിലും പഠിക്കുക, അതേപോലെ അപ്പം തന്നെ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോഴാ ഈ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം.
പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പം നമ്മൾ പ്രൈമറി സോഴ്സിൽ നിന്ന് പഠിക്കുക, പിന്നെ സെക്കൻഡറി സോഴ്സ്, അതായത് അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ബുക്സ് എല്ലാം നോക്കുക. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ പഠിച്ച് നമ്മളൊരു ട്രാക്കിലായതിനു ശേഷമാണ് നമ്മൾ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുന്നത്. അല്ല പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്ത് അത് പിന്നെയും ഇൻകംപ്ലീറ്റ് ആണ്. അത് നമുക്ക് പിന്നെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് പാളിച്ചകൾ വരും. അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചൊരു ട്രാക്കിലായി കഴിയുമ്പോൾ നമ്മൾ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുക. ഈ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്തതിന് ശേഷം സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്നത് റിവിഷൻ ചെയ്യുക, റിവിഷൻ ചെയ്യുന്ന ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എവിടെയൊക്കെ മിസ്സിംഗ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്മാർട്ട് നോട്ട് അതിന്റെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ദെൻ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ഒരു 20 ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, അതായത് ക്വാളിറ്റി മോഡൽ പരീക്ഷകൾ നമ്മൾ ചെയ്തു നോക്കണം. നമുക്കറിയാം നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഠിത്തത്തോടൊപ്പം തന്നെ അത് വേറൊരു ടാസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസ് എടുക്കുക. അപ്പോൾ നമുക്ക് അവിടുന്ന് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും കിട്ടും, അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ഉറപ്പുവരുത്തണം ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ നടക്കുന്ന PSC യുടെ നിലവാരത്തിലുള്ളതാണോ, ഇപ്പൊ നടക്കുന്ന PSC പരീക്ഷകളുടെ നിലവാരത്തിലുള്ളതാണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനകത്ത് PSC യുടെ ക്വസ്റ്റ്യൻസും UPSC യുടെ ഈ പറയുന്ന സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും RRB യുടെ SSC യുടെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഫുൾ സിലബസിലെ പരീക്ഷകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫുൾ സിലബസിലെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയൊക്കെ മിസ്സിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നമ്മുടെ എന്ത് പറയുന്നത്, പ്രിപ്പറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് ഈ സബ്ജക്ട് അറിയത്തില്ല, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്താലാ നമുക്ക് മുമ്പേ ഓടുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എവിടെയാണ് നമ്മുടെ മിസ്സിങ്, അല്ലെ എവിടെയാണ് നമ്മുടെ ഗ്യാപ്പ്, അത് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ചെയ്താൽ നമുക്ക് പ്രിപ്പറേഷനിൽ മുന്നിലെത്താം, നമ്മുടെ കോമ്പറ്റീഷനിൽ മുന്നിലെത്താം. നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മളപ്പം കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് മാറും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം? ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണ് നമ്മൾ ലാഗ് ചെയ്തത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നമ്മൾ തെറ്റിയത്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. കാര്യം എന്താ? നമ്മൾ പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസം മുമ്പുള്ളപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് നോട്ട് എടുത്തേ നോക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്ന തെറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്മാർട്ട് നോട്ടിൽ കുറിച്ച് വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ ഇതൊക്കെയാണ് നോക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ പരീക്ഷയുടെ തലേന്ന് നമുക്കൊരു ഫൈനൽ ലാപ്പ് റിവിഷൻ മതിയാവും. അത് നോക്കുക, എല്ലാം ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോയി പരീക്ഷ ഹാളിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിത് ഒരു സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആവറേജ് കാൻഡിഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് അതിനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിലാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ SBCIDക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്പിഎസ്സിയുടെ ആപ്പ് വഴിയാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ യാതൊരു മെറ്റീരിയലും നിങ്ങൾ റെഫർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് തരും, ഫുൾ നോട്ട്സ് തരും. അതായത് നിങ്ങൾ പ്രൈമറി സോഴ്സിനും അഡ്വാൻസ്ഡ് ബുക്സിനും ഒന്നും നിങ്ങൾ തപ്പേണ്ട കാര്യമില്ല. ഫുൾ സിലബസ് പ്രകാരമുള്ള നോട്ട്സുകൾ തരും, ടോപ്പിക് വൈസ് പരീക്ഷകൾ തരും. അപ്പൊ നിങ്ങൾക്ക് ഈ UPSCയുടെയും SSCയുടെയും RRBയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നൊന്നും എൻഷുർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും ഉണ്ട്. ഓക്കെ, പരീക്ഷ വരെയും നമ്മൾ കോച്ചിങ് തരും. അപ്പം നമുക്കിപ്പോഴും അറിയത്തില്ല ഇതിന് പ്രിലിംസും മെയിൻസും ഉണ്ടോ എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രിലിംസിന്റെ ബേസ് ചെയ്ത് പഠിക്കുക. ഇനി മെയിൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൽ തന്നെ മെയിൻസിന്റെ ക്ലാസ്സും തരും. അപ്പൊ നമ്മൾ ഫുൾ സിലബസ് ക്ലാസ് തരും, ഫുൾ നോട്ട്സ് തരും, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എന്ന് വേണ്ട, നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും.
അപ്പോഴാ നമ്മൾ പ്രിപ്പറേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. അവര് PSCയുടെ പരീക്ഷകൾ, SSC, RRB, UPSC നിലവാരത്തിലുള്ള പരീക്ഷകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ടെക് PSCയുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നാളെയാണ് അവസാന തീയതി. പ്രൊഫൈലിൽ കയറി ഇതുവരെ അയക്കാത്തവർ എത്രയും പെട്ടെന്ന് അയക്കുക. ഇനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.